ശിവരാജ് ഗോകുൽ ഇവിടെ ഇവിടെ നിങ്ങളുടെ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് കെ സുരേന്ദ്രൻ പോസ്റ്റ് ഇടുന്നത് ഈ പറയുന്ന എന്താണ് വോട്ട് പൂർത്തിയാവുന്നതിന് മുമ്പാണ്. ആ കൊടി ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്ക് വളരെ ശക്തിയുള്ള നഗരസഭാ മേഖലകളിൽ പോളിംഗ് ശതമാനം കൂടുകയും LDFനും UDFനും ശക്തിയുള്ള ഈ പറയുന്ന മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകൾ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു എന്ന പ്രാഥമികഘട്ട ഒരു അഭ്യൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ റിയൽ കണക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ? മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കുറയുകയാണ്. കുറയെന്ന് പറഞ്ഞാൽ ഗണ്യമായി കുറയുകയാണ്. പിരായിരിയിലും മാത്തൂരും കണ്ണാടിയിലും കുറഞ്ഞു. പക്ഷേ അത് എന്താണ്, മാത്തൂർ 78% എന്നൊക്കെയാണ് ഈ ബൂത്ത് ലെവൽ കണക്ക് കൂട്ടുകോൾ മനസ്സിലാവുക. നഗരസഭയിൽ അങ്ങനെ 67% താഴ്ന്ന പശ്ചാത്തലത്തിലും നിങ്ങൾ ആ അസാധ്യമായ കോൺഫിഡൻസ് വെച്ച് പുലർത്തുന്നുണ്ടോ ശിവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും ഹാഷ്മി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പണിയെടുത്തിരിക്കുന്നത് വ്യക്തമായ ഒരു ഹോംവർക്കിൻ്റെയും ഗ്രൗണ്ട് വർക്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ ബൂത്തുകളിൽ കൃത്യമായിട്ട് ഞങ്ങളുടേതായ വോട്ടേഴ്സിനെ പരിപൂർണമായിട്ടും എത്തിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അതിയായ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഈ പോളിംഗ് കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് CPMൻ്റെ ചിഹ്നം അവിടെ ഇല്ല. അപ്പോൾ പല ആൾക്കാർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അകത്തുള്ള ചേരിപ്പോരുകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും BJPക്കകത്ത് ചേരിപ്പോരെന്നൊക്കെ താങ്കൾ പറയുമായിരിക്കും. അതവിടെ നിന്നോട്ടെ. പക്ഷേ ഞാൻ റിയലിസ്റ്റിക്കലി വരുന്നതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെങ്കിലുമൊക്കെ തമ്മിലുണ്ടെങ്കിൽ അതുപോലും പരിഹരിക്കപ്പെടുന്ന തലത്തിലേക്ക് അത്തരം ഇൻസിഡൻസ് പോയി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത്. അത് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ റോജി M. ജോൺ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ്, കഴിഞ്ഞ തവണ ശ്രീധരൻ സാറ് മത്സരിച്ചു, ഇപ്പോൾ കൃഷ്ണകുമാറിന് ആ ഒരു കരിസ്മയായിട്ട് മാച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പ്രഥമ ദൃഷ്ടിയ കേൾക്കുന്ന സമയത്ത് നമുക്കത് വളരെ ശരിയായിട്ട് തോന്നും. കാരണം ശ്രീധരൻ സാർ എന്ന് പറയുന്നത് വളരെ ഒരു ടവറിങ് ഫിഗറാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശേഷിയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ശ്രീ റോജി M. ജോൺ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ കൃഷ്ണകുമാർ മലമ്പുഴ പോലെ BJPക്ക് അങ്ങനെ വലിയ അടിസ്ഥാനപരമായ വർക്കൊന്നും ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ 2016 മുതൽ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളെ പിന്തള്ളി 2ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശ്രീ VS അച്യുതാനന്ദൻ അവിടെ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് 50,000-ലധികം വോട്ടുകൾ നേടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തൻ്റെ പൊളിറ്റിക്സിന് ശ്രീ കൃഷ്ണകുമാറിനെ നമുക്കറിയാം. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരികയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പേരെടുക്കുകയോ അങ്ങനെ പോപ്പുലർ ആവുകയോ ആ പോപ്പുലാരിറ്റി കൊണ്ട് താഴെത്തട്ടിലേക്ക് പോവുകയോ ചെയ്ത ഒരാളൊന്നുമല്ല. അടിസ്ഥാനപരമായി വർക്ക് ചെയ്ത് വീടാന്തരം കയറി ഇറങ്ങി ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തിയാണ് അദ്ദേഹം മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ ബേസ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ശ്രീധരൻ സാറിന്റെ സ്ട്രെങ്ത് ആയിരിക്കില്ല. അത് ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന തരത്തിലുള്ള മറ്റൊരു തലത്തിലുള്ള സ്ട്രെങ്ത് ആയിരിക്കും. അദ്ദേഹത്തിനെ പാലക്കാടിലെ ഓരോ വോട്ടർമാർക്കും വ്യക്തിപരമായി അറിയാമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്. എന്താണ്, ഇപ്പോൾ ശ്രീധരൻ സാറിന് ലഭിച്ച അത്രയും ക്ലോസ് കോണ്ടെക്സ്റ്റിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കൃഷ്ണകുമാറിന് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2014 ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിൽ പാലക്കാട് നിന്ന് മത്സരിക്കുമ്പോൾ എല്ലാം കൂടി 1,36,000 വോട്ട് മാത്രമാണ് ശോഭ ചേച്ചി കിട്ടിയിട്ടുള്ളത്. പക്ഷേ 2016 വരുമ്പോൾ ശോഭ ചേച്ചി പാലക്കാട് നിയമസഭയിൽ 2014 നടത്തിയിരിക്കുന്ന പ്രകടനമല്ല നടത്തിയിരിക്കുന്ന 16,000 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫിഗറുകളിൽ ഒന്ന്, എന്തായാലും വനിതാ നേതാക്കൾ എടുത്തു നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ 3 മുന്നണികൾ എടുത്താൽ ഏറ്റവും ആദ്യം പറയുന്ന പേരുകളിൽ ഒന്ന് ശോഭ ചേച്ചിയുടെ തന്നെ ആയിരിക്കുമല്ലോ. ആ ശോഭ ചേച്ചി 16,000 വോട്ടിന്റെ ഡിഫറൻസിലാണ് നിന്നതെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന് അത് 9,000 വോട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പാലക്കാട് നിയമസഭയിലും അതുപോലെ തന്നെ മലമ്പുഴ നിയമസഭയിലുമാണ് വലിയ രീതിയിൽ BJPക്ക് ഒരു വിജയപ്രതീക്ഷയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്ത് കുറച്ച് വീക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ BJP ജയിച്ചേക്കില്ല എന്നുള്ള ഒരു തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ ജയിക്കാൻ പോകുന്നത് ആരാണ്? അത് ഇവർ തമ്മിലാണ് ഒരു മത്സരം എന്ന് പറയുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഫ്ലോട്ട് ശരിയാണ്. യുവരാജ്, ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേണും നിയമസഭാ പാറ്റേണും പഞ്ചായത്ത് പാറ്റേണും ഒക്കെ എൻ്റർലി വ്യത്യസ്തമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. കംപ്ലീറ്റ് ചെയ്തോട്ടെ. പോലും
എന്താണ് ശോഭാ സുരേന്ദ്രൻ 2016 16,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് കൃഷ്ണകുമാറിന് 9,000 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ BJP വേഴ്സസ് ആണ് മത്സരം. അതിപ്പോൾ വാട്ടവർ LDF ആവട്ടെ LDF ആവട്ടെ UDF ആവട്ടെ BJP വേഴ്സസ് ആണ് മത്സരം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിനും BJPക്കും സംഘടനാ സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒറ്റക്കാരൻ യുവരാജ് ഗോകുൽ ഇവിടെ ശരിയാണ്. നിങ്ങൾ ഈ പറയുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് ഓരോ പാറ്റേണാണ്. പക്ഷേ ഇത് കേവല മാസങ്ങൾക്കപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു? ആ രീതിയിൽ ഈ രീതിയിൽ എന്താണ് നരേന്ദ്രമോദി സർക്കാർ ഒരു പിന്തുണയോടെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ അത്ര ദുർബല സർക്കാരാകും എന്ന ഒരു തോന്നലില്ലാത്ത ഫേസാണ്. ഇസ് ബാർ 400 പാർ എന്ന മുദ്രാവാക്യം മാത്രം അന്തരീക്ഷത്തിൽ കേട്ടുനിന്ന ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയ, അമിത്ഷാ വന്നുപോയ, പൊളിറ്റിക്കലി ചാർജഡായി നിങ്ങൾക്ക് ഏറ്റവും സ്വാധീന ശക്തിയുള്ള ആ മണ്ഡലത്തിൽ ഈ ശ്രീധരൻ പിടിച്ച 6,000 വോട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് താഴേക്ക് വീണത്? അങ്ങനെ താഴേക്ക് വീണ കഥ പറയുകയായിരുന്നു റോജി. അല്ല ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റോജി പറഞ്ഞ ആ പോയിന്റ് ലോജിക്കലി വാലിഡ് ആണ്, വാലിഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പാലക്കാട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരവും കാസർഗോഡും എന്ന് പറയുന്നത് BJP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്തുമ്പോൾ വളരെ ക്ലോസ് കോൺടെക്സ്റ്റിൽ ഫൈറ്റ് ചെയ്യുന്ന സീറ്റുകളാണ്. പക്ഷെ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മൊത്തത്തിൽ നടക്കുമ്പോൾ മഞ്ചേശ്വരത്ത് അങ്ങനെ വലിയൊരു മുന്നേറ്റം BJP നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വലിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം കാസർഗോഡ് പാർലമെന്റ് മൊത്തമായിട്ട് എടുക്കുമ്പോൾ BJPക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം വോട്ടർമാർക്കിടയിലുണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് വോട്ട് സ്വാഭാവികമായിട്ട് ജയസാധ്യതയുള്ളവരിലേക്ക് ഷിഫ്റ്റ് ആവും. ഇത് തന്നെ പാലക്കാട് നിയമസഭയിൽ സംഭവിച്ചിട്ടുള്ളൂ. പാലക്കാട് പാർലമെന്റിലേക്ക് വരുമ്പോൾ പാർലമെന്റിലേക്ക് ഒരു പക്ഷേ ഇവർക്ക് ജയിക്കാൻ സാധിച്ചേക്കില്ല എന്നുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് മാത്രമാണ് നിയമസഭയിലും അത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും അവിടെ വെറും 9,000 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി, അതായത് ഈ ശ്രീധരൻ സാർ മത്സരിക്കുന്നതിന് മുമ്പ് 16,000 ഡിഫറൻസ് ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതിനെ 9,000 റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കാൻഡിഡേറ്റിന്റെയും സംഘടനയുടെയും വിജയം. മുനിസിപ്പാലിറ്റി നിങ്ങളുടെ ശക്തിയെ കുറിച്ച് പറഞ്ഞതല്ല, മുനിസിപ്പാലിറ്റി നിങ്ങളുടെ ശക്തിയെ കുറിച്ച് പറഞ്ഞതല്ല. പക്ഷേ കേവല മാസങ്ങൾക്കപ്പുറം നടന്ന അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹാഷ്മി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങ് ചോദിച്ച ചോദ്യം ലോജിക്കൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരുമ്പോൾ എപ്പോഴും 1+1 2 അല്ലല്ലോ. അല്ല അല്ലേ.